എൻഡിഎയിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന് എൻസിപി. മഹാരാഷ്ട്രയിൽ എൻഡിഎ സീറ്റ് വിഭജനത്തിൽ എൻസിപിക്ക് അർഹമായ പരിഗണന ബിജെപി നൽകുമെന്ന് കരുതുന്നതായി എൻസിപി ദേശീയ ജനറൽ സെക്രട്ടറി ബ്രിജ് മോഹൻ ശ്രീവാസ്തവ അമൃത വാർത്തകളോട് പറഞ്ഞു. ലക്ഷദ്വീപ് പാർലമെന്റ് സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻസിപി വിജയിച്ചതാണെന്നും ആ സീറ്റ് എൻസിപിക്ക് അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിക്ക് എൻഡിഎയിൽ മാന്യമായ പരിഗണന ലഭിക്കുന്നതായും എൻഡിഎ ഘടകകക്ഷി എന്ന നിലയിൽ ബിജെപിയുടെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എൻസിപി ജനറൽ സെക്രട്ടറി ബ്രിജ് മോഹൻ ശ്രീവാസ്തവ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഭരണ തുടർച്ച നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻസിപിയുടെ ശക്തി കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ ശക്തിക്കനുസരിച്ചുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻഡിഎയുടെ ഭാഗമായി എൻസിപി മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. For NDA, not for the NCP, because our main target the Narendra Modi ji, because we feel that the Narendra Modi ji is a need of this nation. So we want maximum seat should be won by NDA group. Whether we get whatever number we get, we will be satisfied ourselves. It's very clear. എൻസിപിയുടെ സിറ്റിംഗ് സീറ്റാണ് ലക്ഷദ്വീപെന്നും അവിടെ എൻഡിഎക്കായി എൻസിപി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കേണ്ടതെന്നും ഇക്കാര്യത്തിൽ ബിജെപിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. If they are making honorable prime minister was there, so his presence will give his strength to our candidate, because he is campaigning for the NDA. He is not only campaigning for the BJP. Respected Modi ji is campaigning for the NDA. So we will get benefit of his presence in Lakshadweep. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ ശരത് പവാർ പക്ഷത്തിനൊപ്പമാണ്. അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തെ യഥാർത്ഥ എൻസിപിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത് പ്രവർത്തകർക്ക് ആവേശം നൽകിയെന്നും ശരത് പവാർ വിഭാഗവുമായുള്ള ചർച്ചകൾ അടഞ്ഞ അധ്യായമാണെന്നും ബ്രിജ് മോഹൻ ശ്രീവാസ്തവ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.